നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. ഒന്ന് പറയുന്നത് ഇതൊരു അനലിറ്റിക്കൽ പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ അനാലിസിസ് വേണം. സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു വിൽ ഹാവ് ടു ഡു സോ മച്ച് ഓഫ് അനാലിസിസ്. സോട്ട് അനാലിസിസ് നടത്തണം, എൻവിറോൺമെൻറ്റൽ അനാലിസിസ് നടത്തണം. സോ അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തത് സോട്ട് അനാലിസിസ് വന്നിരിക്കുന്നത്. അതായത് ഫേമിൻ്റെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, ഓപ്പർച്യൂണിറ്റി എന്താ, ത്രെറ്റ്സ് എന്താ എന്നൊക്കെ വി ആർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ. പിന്നെ ഇതൊരു ഫോർവേഡ് ലുക്കിംഗ് ആക്ടിവിറ്റിയാണ്. നമ്മൾ പാസ്റ്റ് നടന്നതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യല്ല, മറിച്ച് നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് എന്താണ് ഭാവിയിലെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പാസ്റ്റിൽ നിന്ന് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കിട്ടിയിട്ട് ഫ്യൂച്ചറിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയും ത്രെറ്റും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആക്ച്വലി ഒരു ഓർഗനൈസേഷനെ റെഡി ടു അഡാപ്റ്റ് ഇറ്റ് സെൽഫ് അക്കോർഡിംഗ് ടു ദ ഡൈനമിക് ബിസിനസ് എൻവിറോൺമെൻറ്റ് പോസിബിൾ ആക്കുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെസ്റ്റ് ടു വേഴ്സ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. സോ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ പോലും സർവൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കലാണ്. പിന്നെ അതൊരു എൻറ്റയർ ഓർഗനൈസേഷനും നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്താം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ബിസിനസ് യൂണിറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു സ്ട്രാറ്റജിക് യൂണിറ്റായി കണ്ടുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ ബെസ്റ്റ് സ്ട്രാറ്റജി, ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ടായി. ഫേമിൻ്റെ ഇൻട്രസ്റ്റും പേഴ്സണൽ വാല്യൂസും സോഷ്യൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഒക്കെ വെളിച്ചത്തിൽ നമുക്കതിൽ ബെസ്റ്റ് സ്ട്രാറ്റജി സെലക്ട് ചെയ്യാൻ എന്നുള്ളതും സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലാണ്. ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് ടു എക്സിക്യൂട്ട് ടു റെഡ്യൂസ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ ദ ബിസിനസ് ആൻഡ് ഓൾസോ ടു ടേക്ക് ദ ബെസ്റ്റ് പോസിബിൾ അഡ്വാൻറ്റേജ് ഓഫ് ഓപ്പർച്യൂണിറ്റി. വെറുതെ അനാലിസിസ് നടത്തി, എൻവിറോൺമെൻറ്റ് അനാലിസിസ് നടത്തി, സോട്ട് അനാലിസിസ് നടത്തി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഫോർവേഡ് ലുക്കിംഗ് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇത് ഉപയോഗിച്ച് നമ്മുടെ റിസ്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ റിസ്ക് റെഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അവസരങ്ങൾ എങ്ങനെ ബെസ്റ്റ് വേയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു, അതുവഴി എങ്ങനെ ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സാണ്. അതിൽ 3 കാര്യമാണ് വരുന്നത്: സ്ട്രാറ്റജി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, സ്ട്രാറ്റജി ഇവാലുവേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഓഡിറ്റ് നമ്മൾ നടത്തുകയാണ്. അതിൻ്റെ ബേസിസിൽ നമ്മൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ മാനേജേഴ്സ് ഗെറ്റ് ടു ഡിസൈഡ് വിച്ച് ന്യൂ മാർക്കറ്റ്സ് they can venture or which they have to abandon, how to allocate the required resources, whether we want to diversify, whether we want to go for a joint venture or merger, what will be the long term effects on organizational structure, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ട്രാറ്റജി ഫോർമുലേഷനിൽ വരിക. Once your strategy has been formulated, company needs to establish short term goals, devise policies, allocate resources for their execution. ഇതൊരു ആക്ഷൻ സ്റ്റേജ് ആണ്. കാരണം നമ്മൾ ആ ഇംപ്ലിമെൻറ്റിൻ്റെ സക്സസ് ആണ് ആക്ച്വലി നമ്മളുടെ ഈ സ്ട്രാറ്റജിയുടെ വിജയം എന്ന് പറയുന്നത്. ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാനും മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസേഷൻ നടത്താനും ഇൻഫർമേഷൻ സിസ്റ്റം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും മാർക്കറ്റിംഗ് എഫേർട്ട് ഡയറക്റ്റ് ചെയ്യുക, അങ്ങനെ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇവാലുവേഷൻ ആണ്. കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് മാൻ അറിയാം, നമുക്ക് കണ്ണു അടച്ച് ഇങ്ങനെ ഒരു മെത്തേഡ് സ്ട്രാറ്റജി സക്സസ് ആയത് വെച്ചിട്ട് ആജീവനാന്തം നമ്മൾ അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജീനെ ബാധിച്ച ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യുന്നു, കറക്റ്റീവ് സ്റ്റെപ്സ് എങ്ങനെ എടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സിൽ നമ്മൾ പൊതുവെ ചെയ്യാറ്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് ഓർഗനൈസേഷൻ ടു ബി പ്രൊആക്റ്റീവ് റാദർ ദാൻ റിയാക്റ്റീവ്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം അതിൻ്റെ
നൂലാമാലകൾ തീർക്കുന്നതിന് പകരം ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് ഫോർസീ ചെയ്ത് അതിന് അക്കോർഡിംഗ്ലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രൊആക്റ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് വളരെ ലോജിക്കലും സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ നമ്മൾക്ക് ബെറ്റർ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം, എങ്ങനെ മൂവ് ചെയ്താലാണ് നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുക തുടങ്ങിയിട്ടുള്ള ആ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നതും സ്ട്രാറ്റജിക് പ്ലാനിങ് വഴിയാണ്. അത് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി നമ്മൾക്ക് കൂടാൻ സഹായിക്കും. കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താനായിട്ട് സഹായിക്കും. മാർക്കറ്റ് ഷെയറും പ്രോഫിറ്റബിലിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബിസിനസ് കുറേയും കൂടി ഡ്യൂറബിൾ ആക്കും. എന്തുകൊണ്ടാണ് ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന്. അവരുടെ ഒബ്ജക്റ്റീവ്സ് വളരെ റിയലിസ്റ്റിക് ആണ്. നമ്മുടെ മിഷൻ എന്താ, വിഷൻ എന്താന്നൊക്കെ നമുക്ക് ഏറെക്കുറെ ക്ലിയർ ആണ്. അങ്ങനെ അതൊക്കെ ഏറെക്കുറെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് യു ഹാവ് എ സെൻസ് ഓഫ് ഡയറക്ഷൻ. അങ്ങനൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ ഉണ്ടാകുന്നത് തന്നെ നമുക്ക് റോഡ് മാപ്പ് ഉണ്ട്, കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർലി അലൈൻ ചെയ്ത് കിട്ടുന്നു. നല്ല രീതിയിലൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ ട്രാൻസ്പാരൻസി ഉണ്ടാവും. വാട്ട് ആർ യുവർ കമ്മിറ്റ്മെൻറ്റ് എന്ന് ഓരോ എംപ്ലോയിക്കും അറിയാൻ പറ്റും. വാട്ട് ആർ ദ ഗോൾസ്, വാട്ട് ഈസ് ദ സോഴ്സ് ആൻഡ് ബഡ്ജറ്റ് റിക്വയർമെൻറ്റ് ടു അച്ചീവ് ദിസ്, വാട്ട് ഷുഡ് ബി ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി, അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ. സോ അത് എഫിഷ്യൻസി കൂട്ടും, കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ഇത്രയൊക്കെ കാര്യങ്ങൾ സ്മൂത്തായിട്ടുണ്ടായാൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ഷെയറും പ്രോഫിറ്റബിലിറ്റിയും കൂടില്ലേ? അത് കൂടുതൽ ബിസിനസ്സിനെ മോർ ഡ്യൂറബിൾ ആക്കില്ലേ? ആക്കും. സോ ഇതൊക്കെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്. നെക്സ്റ്റ്, പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് അറ്റൻഷൻ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി പ്ലാനിങ്ങിലാണ്. കാരണം എന്താ വെച്ചാൽ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്നും നമ്മൾ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഷുഡ് ബി ദ കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് യു ഹാവ് ടു ഡു ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സെന്നും അതിൻ്റെ ബേസിസിലൊരു പോളിസീസും പ്രൊസീജിയേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ആക്ച്വലി പ്ലാനിങ്ങിലാണ്. സോ അതുകൊണ്ടാണ് പ്ലാനിങ് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ടു അവോയ്ഡ് അൺസർട്ടനിറ്റി എന്ന്, അത് പ്ലാനിങ് ഒരുപാട് അൺസർട്ടനിറ്റീസ് നമുക്ക് ആസ് സച്ച് ബിസിനസ് എൻവിറോൺമെൻറ്റിലുണ്ട്. ടെക്നോളജിയിൽ ചേഞ്ചസ് വരും, ടേസ്റ്റിൽ, ഫാഷനിൽ, എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിൽ. സോ അങ്ങനെ ഒത്തിരി ചേഞ്ചസ് വരും. ഈ അൺസർട്ടനിറ്റീസൊക്കെ ഓഫ്സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ അൺസർട്ടനിറ്റീസൊക്കെ കുറയ്ക്കുന്നത് ആക്ച്വലി പ്ലാനിങ് വഴിയാണ്. അപ്പോൾ അൺസർട്ടനിറ്റി കുറയ്ക്കുക എന്നുള്ള പ്രോസസ്സ് നടക്കുന്നതും അതും ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ, അതായത് എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്താണ് ആക്ച്വലി ഓരോ പെർ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്താണ്, അതൊരേ ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത്, ഓവറോൾ പ്ലാനിനനുസരിച്ചിട്ടാണോ എൻറ്റയർ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. അങ്ങനൊരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ പോസിബിൾ ആകുന്നത് പ്ലാനിങ് വഴിയാണ്. ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ ഫെസിലിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. ബിക്കോസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആക്ച്വൽ പെർഫോമൻസ് നടത്താൻ വേണ്ടിയിട്ടും ആക്ച്വലും സ്റ്റാൻഡേർഡ് തമ്മിലുള്ളൊരു കമ്പാരിസണും ഇതിനൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആക്ച്വലി പ്ലാനിങ് വഴിയാണ്. ഇനി പ്ലാനിങ് ബ്രിങ്സ് ഇക്കോണമി ഇൻ ടു ഓപ്പറേഷൻ.
അപ്പോൾ പ്ലാനിങ് ആൻറ്റിസിപ്പേറ്റ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് റോ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് എൻറ്റയർ പ്രോസസ്സ് അല്ലെങ്കിൽ എൻറ്റയർ ഓർഗനൈസേഷൻ ഇക്കോണമീനെ നടത്തേണ്ട അവസ്ഥയിലേക്ക് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നത് പ്ലാനിങ് വഴിയാണ്. ഇറ്റ് എൻഹാൻസസ് എഫിഷ്യൻസി ആൻഡ് ഹെൽപ്സ് മോട്ടിവേഷൻ. ബിക്കോസ് ആൾക്കാരെ സംബന്ധിച്ചോളം ഒരു ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഓർഗനൈസേഷൻ ആസ് സച്ച് ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനുണ്ട്, പേഴ്സൺസിനുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഒരു ഡയറക്ഷനിലൊരു ക്ലാരിറ്റി ഉണ്ട്, കോഴ്സ് ഓഫ് ആക്ഷനെ കുറിച്ചിട്ടുള്ളൊരു ധാരണയുണ്ട്. സോ അപ്പോൾ ഓവറോളായിട്ട് ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ എഫിഷ്യൻസി കൂടുതൽ സഹായിക്കും. പിന്നെ പറയുന്നത് മോട്ടിവേഷനാണ്. അപ്പോൾ അത് നമുക്കറിയാം, എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വെൽ സെറ്റ് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേ ഫീൽ ഇൻറ്റേർണലി മോട്ടിവേറ്റഡ്. ആ ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രാപ്തി വരികയാണ്. സോ അതാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചൈൻ ചെയ്യാനായിട്ട് അതിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ, അൺസർട്ടനിറ്റി മിനിമൈസ് ചെയ്യാൻ, കോർഡിനേഷന്, കൺട്രോളിന്, ഓവറോൾ എൻവിറോൺമെൻറ്റ് ഓപ്പറേഷനിൽ വരാൻ എഫിഷ്യൻസി, മോട്ടിവേഷൻ. ക്ലിയർ? ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്.